നമ്മൾ ഇന്ന് ഒരുമിച്ച് ധ്യാനിപ്പാനായി കർത്താവിൽ ആഗ്രഹിക്കുന്നത് 5-ാം സങ്കീർത്തനമാണ്. 5-ാം സങ്കീർത്തനത്തിൻ്റെ അത് ഒരു പ്രാവശ്യം വായിച്ചല്ലോ. അതിൻ്റെ കുറിവാക്യമായി അല്ലെങ്കിൽ അതിൻ്റെ പ്രധാന ധ്യാന വിഷയമായി എടുത്തിരിക്കുന്നത് 8-ാമത്തെ വാക്യമാണ്. 5-ാം സങ്കീർത്തനം 8-ാം വാക്യം. നിങ്ങളൊരു മത്സരം വേണ്ട, ഞാൻ അങ്ങ് വായിക്കാം. യഹോവേ, എൻ്റെ ശത്രുക്കൾ നിമിത്തം നിന്റെ നീതിയാൽ എന്നെ നടത്തണമേ. എൻ്റെ മുൻപിൽ നിന്റെ വഴിയെ നിരപ്പാക്കണമേ. ലീഡ് മീ, ഓ ലോർഡ്, ഇൻ യുവർ റൈച്ചസ്നെസ് ബിക്കോസ് ഓഫ് മൈ എനിമീസ്. മേക്ക് യുവർ വേ സ്ട്രെയിറ്റ് ബിഫോർ മീ. 5-ാം സങ്കീർത്തനം, അതിൽ 12 വാക്യങ്ങളാണുള്ളത്. അത് മുഴുവനായി വായിക്കുക, ധ്യാനിക്കുക പ്രായോഗികമായി എളുപ്പമല്ല. എന്നാൽ ഏതാണ്ട് ഈ 5-ാം സങ്കീർത്തനത്തിൻ്റെ മുഴുവൻ സാരാംശവും 8-ാമത്തെ വാക്യത്തോട് ചേർന്ന് ധ്യാനിക്കാൻ കഴിയുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. 5-ാം സങ്കീർത്തനത്തെ നമുക്ക് ഒറ്റ വാക്കിൽ വിശേഷിപ്പിച്ചാൽ പ്രഭാത ജാഗരണം എന്ന് വിളിക്കാം. ദാവീദ് പ്രഭാതത്തിൽ ചെയ്യുന്ന ഒരു പ്രാർത്ഥനയാണ് 5-ാം സങ്കീർത്തനം. ഒരു ദിവസം ആരംഭിക്കാൻ, ഒരു ദിവസത്തിൻ്റെ സാധ്യതകളിലേക്കും വെല്ലുവിളികളിലേക്കും പ്രവേശിക്കുന്നതിന് മുൻപ് പ്രാർത്ഥിക്കാൻ ഏറ്റവും സഹായകരമായ ഒരു സങ്കീർത്തനമായ ആയതുകൊണ്ടാണ് ഇതിനെ പ്രഭാത ജാഗരണമെന്ന് വിശേഷിപ്പിക്കാനായി കഴിയുന്നത്. 3-ാമത്തെ വാക്യത്തിൽ ഞാൻ പറഞ്ഞത് നമുക്ക് കാണാൻ കഴിയും. യഹോവേ, രാവിലെ എൻ്റെ പ്രാർത്ഥന കേൾക്കണമേ. രാവിലെ ഞാൻ നിനക്കായി ഒരുക്കി കാത്തിരിക്കുന്നു. 8-ാമത്തെ വാക്യം നമുക്കതിലേക്ക് നമ്മുടെ ശ്രദ്ധ കേന്ദ്രീകരിക്കാം. യഹോവേ, എൻ്റെ ശത്രുക്കൾ നിമിത്തം നിന്റെ നീതിയാൽ എന്നെ നടത്തണമേ. എൻ്റെ മുൻപിൽ നിന്റെ വഴിയെ നിരപ്പാക്കണമേ. 2 ചെറിയ ചിന്തകളാണ് ഞാൻ പങ്കുവയ്ക്കാൻ ആഗ്രഹിക്കുന്നത്. 3 എണ്ണത്തിൽ കൂടുതൽ പറഞ്ഞാൽ സുനിലച്ചനെ പോലുള്ളവർ മറന്നു പോകാൻ സാധ്യതയുണ്ട്. 4 പോയിന്റ് ഓർത്തിരിക്കാൻ സാധിക്കില്ല എന്ന് അച്ഛൻ തന്നെ തെളിയിച്ചു കഴിഞ്ഞു. അപ്പോൾ അതുകൊണ്ട് അച്ഛനെ പോലുള്ളവരെ കൂടെ ബഹുമാനത്തിൽ എടുത്തുകൊണ്ട് ഒരു 2 പോയിന്റ്. ഈ ശത്രുക്കൾ എന്ന വാക്ക് നമുക്കൊക്കെ ഇഷ്ടമുള്ള വാക്കും സ്ഥാനത്തും അസ്ഥാനത്തും നമ്മൾ ഉപയോഗിക്കുന്ന ഒന്നുമാണ്. ഒരു ചോദ്യം, ഇവിടെ ഇരിക്കുന്ന നിങ്ങളെ കണ്ടാൽ അങ്ങനെ തോന്നില്ലെങ്കിലും എൻ്റെ വിചാരം അത്യാവശ്യം എല്ലാവർക്കും ശത്രുക്കളുണ്ട്, അല്ലേ? ശത്രുക്കൾ ഇല്ലാത്ത ആരെങ്കിലും ഉണ്ടോ? അവരെ ഒന്ന് ആദരിക്കാൻ വേണ്ടിയാ. ആരെങ്കിലും ഉണ്ടോ? ശത്രുക്കൾ, എനിക്കൊരു ശത്രുവുമില്ല എന്ന് അറിയാവുന്ന ആരെങ്കിലും ഉണ്ടോ? നമ്മൾ പാട്ട് പാടുമ്പം നമുക്ക് ഏറ്റവും അധികം ഉശിരി വരുന്നത് എപ്പോഴാണെന്നറിയോ? ശത്രുക്കൾ മുൻപാകെ. അപ്പോൾ ശത്രു എന്നൊക്കെ പറയുമ്പോൾ നമുക്കങ്ങ് ഭയങ്കര ആവേശമാണ്. ആരൊക്കെയോ മനസ്സിൽ കണ്ടുകൊണ്ടാണ് നമ്മളത് പാടുന്നത്. അപ്പം എൻ്റെ ചോദ്യം, നിങ്ങൾക്ക് ശത്രുക്കളുണ്ടോ? ഇനി അഥവാ നിങ്ങൾക്ക് ശത്രുക്കൾ ഉണ്ടോ ഇല്ലയോ എന്ന് സംശയമുണ്ടെങ്കിൽ നിങ്ങൾ ഒരു ഇലക്ഷന് മത്സരിച്ചാൽ മതി. ഒരു ശത്രുവുമില്ല എന്ന് 100% ബോധ്യമുള്ളവർ ഒരു തെരഞ്ഞെടുപ്പിലൊന്ന് മത്സരിച്ച് നോക്കിയാൽ നിങ്ങൾ പോലും ഞെട്ടിപ്പോവും. അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു വീഴ്ചയോ അബദ്ധമോ വരണം. യഥാർത്ഥത്തിൽ എല്ലാവർക്കും സ്നേഹിതരെക്കാൾ കൂടുതൽ ശത്രുക്കളാണ്. അനുകൂലമായ ഒരു സാഹചര്യത്തിൽ മാത്രമേ നമ്മുടെ ശത്രുക്കളുടെ ഒരു വ്യാപ്തിയും എണ്ണവും നമ്മൾ അറിയുന്നുള്ളൂ എന്ന് മാത്രമേ ഉള്ളൂ. എന്നാൽ വെറുതെ ശത്രുക്കൾ എന്ന് പറഞ്ഞതുകൊണ്ട് കാര്യമില്ല. 2 തരത്തിൽ നമുക്ക് ശത്രുക്കൾ ഉണ്ടാവാം. ഒന്ന്, നമ്മുടെ കയ്യിലിരിപ്പ് കൊണ്ട് നമുക്ക് ശത്രുക്കൾ ഉണ്ടാവാം. അപ്പൊ എല്ലാവർക്കും ശത്രുക്കളുണ്ട്, ആ കാര്യത്തിൽ തർക്കമൊന്നുമില്ല. എനിക്കുമുണ്ട്, നിങ്ങൾക്കുമുണ്ട്, നമുക്കെല്ലാം അത്യാവശ്യം ശത്രുക്കളുണ്ട്. പക്ഷെ എണ്ണിയാലെങ്ങും തീരുന്നില്ലെന്ന് മാത്രമേ ഉള്ളൂ. എന്നാൽ ഈ രാത്രി എനിക്ക് നിങ്ങളോട് ചോദിക്കാനുള്ളത്, ശത്രുക്കൾ ഉണ്ടായിരിക്കുക എന്നത് ഒരു ദോഷമൊന്നുമല്ല. അത്യാവശ്യം കുറച്ച് ശത്രുക്കളൊന്നും ഇല്ല, പിന്നെ ജീവിച്ചിരുന്നിട്ട് എന്താ കാര്യം? അപ്പൊ എനിക്ക് ഒരു ശത്രുവും ഇല്ല എന്ന് പറഞ്ഞാൽ അതിന് 2 അർത്ഥമേ ഉള്ളൂ. ഒന്നുകിൽ നിങ്ങൾ പണ്ടേ മരിച്ചുപോയി എന്നാണ് അതിൻ്റെ അർത്ഥം. കാരണം ജീവിച്ചിരിക്കുന്നവർക്ക് മാത്രമേ ഉള്ളൂ
ശത്രുക്കൾ. കുറേ വർഷങ്ങൾ ഫ്യൂണറൽ കഴിഞ്ഞില്ലെന്നുള്ളതേ ഉള്ളൂ, മരണമൊക്കെ പണ്ടേ സംഭവിച്ചത്. മരിച്ച് ജീവിക്കുന്നവർക്ക് ശത്രുക്കളില്ല, ജീവിച്ചു മരിക്കുന്നവർക്കാണ് ശത്രുക്കൾ. അതുകൊണ്ട് ശത്രുക്കൾ ഇല്ല എന്നത് ഒരു യോഗ്യതയൊന്നുമല്ല. നമ്മുടെ യേശു കർത്താവിന് ശത്രുക്കൾ ഉണ്ടായിരുന്നോ? യേശുവിൻ്റെ അത്രയും ശത്രുക്കൾ ഉണ്ടായിരുന്ന വേറെ മനുഷ്യരും വല്ലതും ഉണ്ടോ? അപ്പോൾ ചോദ്യം ശത്രുക്കൾ ഉണ്ടോ ഇല്ലയോ എന്നതല്ല, നമ്മുടെ ശത്രുക്കളായത് എന്തുകൊണ്ടാണ്. അപ്പോൾ രണ്ട് സാധ്യതകളാണ് നമ്മളെ ശത്രുക്കളെ സമ്പാദിക്കാൻ കാരണമാകുന്നത്. ഒന്നുകിൽ നമ്മുടെ കയ്യിലിരിപ്പ് ശരിയല്ലാത്തത് കൊണ്ട് കിട്ടിയ ശത്രുക്കളാണ്. ഈ കയ്യിലിരിപ്പ് ശരിയല്ലാത്തത് കൊണ്ട് ശത്രുക്കൾ ഉണ്ടാവുക എന്ന് പറഞ്ഞാൽ എന്താണ് അർത്ഥം? ഇവിടെ ദാവീദ് ഒരുപക്ഷെ സങ്കീർത്തനം വായിക്കുമ്പോൾ ഏറ്റവും അധികം ഉപയോഗിച്ചിട്ടുള്ള ചുരുക്കം വാക്കുകളിൽ ഒന്നാണ് ശത്രുക്കൾ. ദാവീദ് എപ്പോഴും ഉപയോഗിക്കുന്നുണ്ട് ശത്രുക്കൾ, ശത്രുക്കൾ, ശത്രുക്കൾ. അപ്പോൾ ഇവിടെ നമുക്ക് ശത്രുക്കളുണ്ട്. എന്നാൽ ചോദ്യം ശത്രുക്കൾ ഉണ്ടോ ഇല്ലയോ എന്നതിനേക്കാൾ നമ്മുടെ ശത്രുക്കൾ നമ്മുടെ കയ്യിലിരിപ്പ് കൊണ്ടും സ്വഭാവ ദൂഷ്യം കൊണ്ടും പെരുമാറ്റ ദൂഷ്യം കൊണ്ടും ശരിയല്ലാത്ത പ്രവർത്തികൾ കൊണ്ടും നടപടിക്രമം കൊണ്ടും ഉണ്ടായതാണോ? വെറുതെ ഇരിക്കുന്ന മനുഷ്യരെ കുറിച്ച് അപവാദം പറയുമ്പോൾ നമുക്ക് എന്തുണ്ടാവാം? ശത്രുക്കൾ ഉണ്ടാവാം. പള്ളിയിൽ ഗ്രൂപ്പിസം കളിച്ചാൽ എന്തുണ്ടാവാം? ശത്രുക്കൾ ഉണ്ടാവാം. ഏതെങ്കിലും ഒരു പ്രത്യേക സ്ഥാനത്തെത്താൻ വേണ്ടി കുത്തിത്തിരിപ്പുണ്ടാക്കിയാൽ എന്തുണ്ടാവാം? ശത്രുക്കൾ ഉണ്ടാവാം, അല്ലേ? അപ്പോൾ ശത്രുക്കൾ നമുക്കുള്ളത് നമ്മുടെ പെരുമാറ്റം കൊണ്ടും നമ്മുടെ സ്വഭാവം കൊണ്ടും നമ്മുടെ കയ്യിലിരിപ്പ് കൊണ്ടും ഉണ്ടായതാണോ? ശാന്തമായിട്ടൊന്ന് ആലോചിച്ച് നോക്കിക്കേ. എൻ്റെ ശത്രുക്കൾ എന്ന് ദാവീദ് പറയും. നമുക്കതൊന്ന് നമ്മുടെ ജീവിതത്തിലോട്ടൊന്ന് മാറ്റിയാൽ എൻ്റെ ശത്രുക്കൾ, നമ്മുടെ ശത്രുക്കൾ നമ്മുടെ കയ്യിലിരിപ്പിന്റെ ഫലമാണോ? അതിനൊരു തീരുമാനമായ നമുക്ക് അടുത്തതിലോട്ട് പോവാം. ഉത്തരവൊന്നും പറയണ്ട. എന്നാൽ രണ്ടാമതൊരു തരം ശത്രുക്കളുണ്ട്. അത് ദൈവഹിതം അനുസരിക്കുന്നത് കൊണ്ടുണ്ടാകുന്ന ശത്രുക്കളാണ്. മനുഷ്യരെക്കാൾ ദൈവത്തെ ഭയപ്പെടുമ്പോൾ, മനുഷ്യരെക്കാൾ ദൈവത്തെ അനുസരിക്കുമ്പോൾ നമുക്ക് എന്തുണ്ടാവാം? ശത്രുക്കൾ ഉണ്ടാവാം. അപ്പോൾ ഇന്ന് രാത്രി അത് ധ്യാനിച്ച് നമുക്ക് തുടങ്ങാം. ദാവീദിന്റെ ജീവിതത്തിൽ രണ്ട് ഘട്ടങ്ങളിലായി ദാവീദിന് ശത്രുക്കളുണ്ട്. ഒന്നാമത്തെ ഘട്ടം എന്ന് പറയുന്നത് കേവലം ഒരു ആട്ടിടയ ബാലനായി ജീവിച്ച ദാവീദ് ശൗൽ രാജാവ് ദൈവത്തെ ദുഃഖിപ്പിച്ചപ്പോൾ പകരം ഒരാളെ കണ്ടെത്താൻ ദൈവം തീരുമാനിക്കുകയും അങ്ങനെ ഇശായിയുടെ കുടുംബത്തിൽ തന്റെ പ്രവാചകനായ ശമൂവേലിനെ അയച്ച് ദാവീദിനെ അഭിഷേകം ചെയ്ത് രാജാവായി വാഴിച്ചു. അന്നു മുതൽ ശൗലിന്റെ ഫാൻസും ആരുടെ ശത്രുക്കളായി? അപ്പോൾ ദാവീദ് ഇവിടെ ഉദ്ദേശിക്കുന്ന ശത്രുക്കൾ എന്നത് ദൈവഹിതം അനുസരിക്കുന്നത് കൊണ്ട് ഉണ്ടാകുന്ന ശത്രുക്കളാണ്. അല്ലാതെ കൈക്കൂലി വാങ്ങിച്ചത് കൊണ്ടും അതിരുമാന്തിയത് കൊണ്ടും കുത്തിത്തിരിപ്പുണ്ടാക്കിയത് കൊണ്ടും ഏഷണി പറഞ്ഞതുകൊണ്ടും ഉണ്ടായ ശത്രുക്കളല്ല. അതുകൊണ്ട് ദാവീദ് എൻ്റെ ശത്രുക്കൾ എന്ന് പറയുമ്പോൾ അത് ദൈവത്തിൻ്റെ ശത്രുക്കൾ എന്നും അതിനർത്ഥമുണ്ട്. ഇവിടെ ഈ വിഷയം നമ്മൾ ഒരല്പം കൂടെ ഒന്ന് ധ്യാനിക്കണമെന്നാണ് എൻ്റെ വിചാരം. എങ്കിൽ മാത്രമേ ആ വാക്യത്തിന്റെ തുടർ ഭാഗങ്ങളുടെ ഒരു കുറച്ചുകൂടെയുള്ള ഒരു വിശദാംശങ്ങളിലേക്ക് പോകാൻ നമുക്ക് സാധിക്കും. അപ്പോൾ ഞാൻ പറയാൻ ശ്രമിക്കുന്നത്, നമുക്ക് ശത്രുക്കളുണ്ട്. എല്ലാ മനുഷ്യർക്കും ശത്രുക്കളുണ്ട്. മരിച്ചു ജീവിക്കുന്നവരുടെ കാര്യമല്ല, ജീവിച്ചു മരിക്കുന്നവർക്കാണ് ശത്രുക്കൾ. എന്നാൽ ശത്രുക്കൾ തന്നെ രണ്ട് തരത്തിലുണ്ട്. ഒന്ന്, നമ്മുടെ കയ്യിലിരിപ്പ് കൊണ്ട് ഉണ്ടായ ശത്രുക്കൾ. രണ്ട്, മനുഷ്യരെക്കാൾ ദൈവത്തെ ഭയപ്പെട്ടതുകൊണ്ടും മനുഷ്യരെക്കാൾ ദൈവത്തെ അനുസരിച്ചതുകൊണ്ടും മനുഷ്യരുടെ പക്ഷത്ത് നിൽക്കുന്നതിന് പകരം ദൈവം സ്നേഹിക്കുന്ന മനുഷ്യരുടെ പക്ഷത്ത് നിൽക്കുന്നതുകൊണ്ടും നമുക്ക് എന്തുണ്ടാവാം? ശത്രുക്കൾ ഉണ്ടാവാം. അതുകൊണ്ട് ഇവിടെ നമ്മൾ ശക്തീകരിച്ചു പറയേണ്ടത്, അല്ലെങ്കിൽ നമ്മൾ നമ്മളോട് ചോദിക്കേണ്ടത്, എൻ്റെ ശത്രുക്കൾ
ദൈവത്തിൻ്റെ ശത്രുക്കളാണോ, അതോ എൻ്റെ ശത്രുക്കൾ എൻ്റെ മാത്രം ശത്രുക്കളാണോ? പലപ്പോഴും നമ്മൾ പാട്ട് പാടുമ്പോഴും സങ്കീർത്തനം വായിക്കുമ്പോഴും ഒക്കെ ശത്രുക്കൾ എന്നതുകൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്, അല്ലെങ്കിൽ നമ്മൾ കരുതുന്നത്, എനിക്ക് ഇഷ്ടമില്ലാത്തവരെല്ലാം, അല്ലെങ്കിൽ എനിക്ക് അനുകൂലമല്ലാത്തവരെല്ലാം, അല്ലെങ്കിൽ എന്നെ എതിർക്കുന്നവരെല്ലാം ദൈവത്തിൻ്റെ ശത്രുക്കളാണെന്നാണ് നമ്മൾ കരുതുന്നത്. അങ്ങനെയാണോ? എപ്പോഴാണ് എൻ്റെ ശത്രുക്കൾ ദൈവത്തിൻ്റെ ശത്രുക്കളാവുന്നത്? എൻ്റെ ശത്രുക്കൾ ദൈവത്തിൻ്റെ ശത്രുക്കളാവുന്നത് ഞാൻ ദൈവഹിതം അനുസരിക്കുന്നത് കൊണ്ട് ആരെങ്കിലും എനിക്ക് ശത്രുക്കളായാൽ മാത്രമേ എൻ്റെ ശത്രുക്കൾ ദൈവത്തിൻ്റെ ശത്രുക്കളാവൂ. അതുകൊണ്ട് വീട്ടിലാരെങ്കിലും അയലോക്കക്കാർ തമ്മിൽ ഒരു ചെറിയ പ്രയാസം ഉണ്ടാകുമ്പോൾ, അല്ലെങ്കിൽ അമ്മായിയമ്മയും മരുമകളും കൂടെ പ്രശ്നമൊക്കെ ഉണ്ടാകുമ്പോൾ, അതെല്ലാം ദൈവത്തിൻ്റെ ശത്രുക്കളാണ് എന്ന് ചിന്തിക്കുക. എൻ്റെ ശത്രുക്കൾ ദൈവത്തിൻ്റെ ശത്രുക്കളാണോ? ഇനി ദാവീദിന്റെ ജീവിതത്തിന്റെ ആദ്യ കാലങ്ങളിലൊക്കെ ദാവീദിന്റെ ശത്രുക്കൾ ദൈവത്തിന്റെ ശത്രുക്കളായിരുന്നു. കാരണം ശൗൽ രാജാവും ശൗലിന്റെ അനുചര വൃന്ദവും, അല്ലെങ്കിൽ ശൗലിന്റെ ഫാൻസും ഒക്കെ, അല്ലെങ്കിൽ കൊട്ടാരത്തിലെ കിങ്കരന്മാരൊക്കെ ദാവീദിനെതിരായത് ദാവീദ് ദൈവത്തിന്റെ ഹിതം അനുസരിച്ചതുകൊണ്ടും ദൈവത്തിന്റെ നിയോഗം സ്വീകരിച്ചതുകൊണ്ടുമാണ്. എന്നാൽ ദാവീദിന്റെ ജീവിതത്തിൽ രണ്ടാം ഘട്ടത്തിലും ദാവീദിന് ശത്രുക്കളുണ്ട്. അത് തൻ്റെ കയ്യിലിരിപ്പ് കൊണ്ടുണ്ടായ ശത്രുക്കളാണ്. അതെന്താണ് എന്ന് നമുക്കറിയാം. അതുകൊണ്ട് തന്നെ അതിൻ്റെ വിശദാംശങ്ങളിലേക്ക് പോകേണ്ടതില്ല. ദാവീദിന് ഊരിയാവിൻ്റെ ഭാര്യയോട് ഒരാഗ്രഹം തോന്നുകയും ഏതു വിധേനയും ഊരിയാവിൻ്റെ ഭാര്യയെ സ്വന്തമാക്കാനുള്ള കുത്തിത്തിരിപ്പ് തുടങ്ങി. അങ്ങനെ ഊരിയാവിനെ കൊല്ലുന്നു. ഒരുപക്ഷെ ഒരു കൊട്ടേഷൻ കൊലപാതകം എന്ന് നമുക്ക് വിളിക്കാവുന്ന തരത്തിൽ കൃത്യമായി ഊരിയാവിനെ സ്കെച്ച് ചെയ്ത് ആർക്കും സംശയം തോന്നാത്ത തരത്തിൽ ഊരിയാവിനെ കൊന്നു. അന്നു മുതൽ ദാവീദിന്റെ ജീവിതത്തിൽ പലരും ശത്രുക്കളായി മാറി. എന്തിന്? ഈ രഹസ്യം അറിയാവുന്ന യോവാബ് ഉൾപ്പെടെ. അപ്പോൾ ദൈവത്തിന്റെ ഹിതം അനുസരിച്ചപ്പോൾ ദാവീദിന് ശൗലിനെ പോലെയുള്ളവർ ശത്രുക്കളായിരുന്നു. അന്ന് ദാവീദിന്റെ ശത്രുക്കൾ ദൈവത്തിന്റെ ശത്രുക്കളായിരുന്നു. കാരണം അവരൊക്കെ ശത്രുക്കളായത് ദാവീദ് അവരെ ശത്രുക്കളാക്കിയതല്ല, ദൈവത്തെ ഭയപ്പെട്ടു, ദൈവത്തെ അനുസരിച്ചു. എന്നാൽ ദാവീദിന്റെ ജീവിതത്തിന്റെ തുടർന്നുള്ള സന്ദർഭങ്ങളിൽ ദാവീദിനുണ്ടായ ശത്രുക്കൾ ദൈവഹിതം അനുസരിച്ചതുകൊണ്ടല്ല, ദൈവഹിതത്തിനെതിരു നിന്നതുകൊണ്ടും ദൈവത്തെ മറുത്ത് ജീവിച്ചതുകൊണ്ടും ഉണ്ടായ ശത്രുക്കളാണ്. അപ്പോൾ ഇവിടെ വേദഭാഗത്തിലേക്ക് നമ്മൾ മടങ്ങി വരുമ്പോൾ ദാവീദ് പറയുന്നു, എൻ്റെ ശത്രുക്കൾ നിമിത്തം നിന്റെ നീതിയാൽ എന്നെ നടത്തണമേ. അപ്പോൾ യഹോവയോടാണ്, ദാവീദിന്റെ പ്രഭാത സങ്കീർത്തനമാണ്, ദാവീദ് പ്രഭാതത്തിൽ ചെയ്യുന്ന ജാഗരണമാണ്. എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു പ്രാർത്ഥന ദാവീദ് പ്രഭാതത്തിൽ ചെയ്യുന്നത്? കാരണം ഓരോ ദിവസവും ദാവീദിനെ സംബന്ധിച്ചിടത്തോളം ഒരു പേടി സ്വപ്നമാണ്. തന്നെ അകപ്പെടുത്താൻ, തന്നെ അപായപ്പെടുത്താൻ ശൗലും ശൗലിന്റെ പടയാളികളും ശൗലിന്റെ കിങ്കരന്മാരും ഒക്കെ വട്ടം ചുറ്റി നടക്കുകയാണ്. ഇരയ്ക്ക് ചുറ്റും കഴുകൻ വട്ടമിട്ട് പറക്കുന്നത് പോലെ തൻ്റെ പ്രാണനെ കൊത്തിപ്പറിക്കാൻ വട്ടമിട്ട് പറക്കുന്ന കഴുകൻ കൂട്ടങ്ങളെ കണ്ട് ദാവീദ് പറയാണ്, യഹോവേ, എൻ്റെ ശത്രുക്കൾ നിമിത്തം, എൻ്റെ ശത്രുക്കളെ ദൈവസന്നിധിയിൽ അവതരിപ്പിക്കാൻ ദാവീദിന് ലഭിക്കുന്ന ധൈര്യം, പ്രാഗൽഭ്യം എന്ന് പറയുന്നത്, നമ്മളും ഒക്കെ പ്രാർത്ഥിക്കുമ്പോൾ പറയും, കർത്താവേ, എൻ്റെ ശത്രുക്കളെ കൈകാര്യം ചെയ്യണം. എങ്ങനെ കൈകാര്യം ചെയ്യുന്നത്? നമ്മൾ ഉണ്ടാക്കിയ ശത്രുക്കളല്ലേ. ഇന്ന ആളുകളാണ് എൻ്റെ ശത്രുക്കളെന്ന് പേരു പറഞ്ഞ് എല്ലാ ദിവസവും രാവിലെ ജാഗരണം ചെയ്യണമെങ്കിൽ നമ്മൾ പേരു പറയുന്ന ശത്രുക്കൾ, നമ്മൾ പേരു പറഞ്ഞ ദൈവസന്നിധിയിൽ സംരക്ഷണത്തിനായി യാചിക്കുമ്പോൾ ആ ശത്രുക്കളൊക്കെ ദൈവത്തിൻ്റെ ശത്രുക്കളായിരിക്കണം. കാരണം ഞാൻ ദൈവത്തെ അനുസരിക്കുന്നത് കൊണ്ടും ഞാൻ ദൈവത്തെ മനുഷ്യരെക്കാൾ ഭയപ്പെടുന്നത് കൊണ്ടും എനിക്ക് ശത്രുക്കൾ ഉണ്ടായാൽ നമുക്ക് ധൈര്യമായി നമ്മുടെ ശത്രുക്കളുടെ ലിസ്റ്റ് ദൈവം മുമ്പാകെ പറയാം. അല്ലാതെ നമ്മുടെ കയ്യിലിരിപ്പ് കൊണ്ടും പ്രവൃത്തി ദോഷം കൊണ്ടും കൂട്ടിക്കുടുപ്പ് കൊണ്ടും ഏഷണി കൊണ്ടും കുത്തിത്തിരിപ്പ് കൊണ്ടും പള്ളിയിലെ ഗ്രൂപ്പിസം കൊണ്ടും ഉണ്ടായ ശത്രുക്കളൊന്നും അതെൻ്റെ മാത്രം ശത്രുക്കളാ. അത് ആരുടെ ശത്രുക്കളല്ല? ദൈവത്തിൻ്റെ ശത്രുക്കളല്ല. അതുകൊണ്ട് ദാവീദ് പറയുന്നു, നിന്റെ നീതിയാൽ എന്നെ നടത്തണം. ഒന്നാമത്, തൻ്റെ ചുറ്റിലും ഇത്രയധികം ശത്രുക്കൾ വർദ്ധിക്കുമ്പോൾ ദാവീദിന്റെ പ്രാർത്ഥന, നിന്റെ നീതി.
ഒരുപക്ഷെ ഏതൊരു ദൈവ പൈതലിനും ആഗ്രഹിക്കാവുന്ന ഒരു പ്രാർത്ഥനാ വിഷയമാണ് നിന്റെ നീതി. പലപ്പോഴും നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ നമ്മൾ ആഗ്രഹിക്കുന്നത് നമ്മുടേതായ ചില നീതിയാണ്. ദാവീദ് ഇവിടെ നിന്റെ നീതി എന്ന് ഉദ്ദേശിക്കുന്നത് എന്താണ്? ഈ നിന്റെ നീതി, യുവർ റൈച്ചസ്നെസ്. അപ്പൊ അവിടെ ദാവീദ് പ്രാർത്ഥിക്കുന്നത് ലീഡ് മീ ഓ ലോർഡ് ഇൻ യുവർ റൈച്ചസ്നെസ്, നിന്റെ നീതി. ദൈവത്തിന്റെ നീതി എന്നത് ദൈവത്തിന്റെ സ്വഭാവത്തെ വെളിപ്പെടുത്തുന്നതാണ്. ഇത് നമ്മൾ വളരെ സൂക്ഷ്മമായി മനസ്സിലാക്കേണ്ടതും വിശ്വസിക്കേണ്ടതുമാണ്. ഗോഡ്സ് റൈച്ചസ്നെസ് റിഫ്ലെക്ട്സ് ഗോഡ്സ് ക്യാരക്ടർ. അപ്പോൾ ഞാൻ പ്രാർത്ഥിക്കുമ്പോൾ, അല്ലെങ്കിൽ നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ, ശത്രുക്കളുടെ മുൻപാകെ മേശ ഒരുക്കണം, ശത്രുക്കളിൽ നിന്ന് രക്ഷിക്കണം എന്നൊക്കെ പറയുമ്പോൾ ഈ ശത്രുക്കൾ ദൈവത്തിന്റെ ശത്രുക്കളാണോ? അതോടൊപ്പം ഞാൻ ദൈവത്തിന്റെ നീതിക്കായി പ്രാർത്ഥിക്കുമ്പോൾ എനിക്കിഷ്ടമില്ലാത്തവരും എന്നോട് ശത്രുതയുണ്ടെന്ന് എനിക്ക് തോന്നുന്നവരും അവരുടെ മേൽ ദൈവത്തിന്റെ നീതി വെളിപ്പെടണമെന്ന് പറയുമ്പോൾ അവരുടെ നാശമാണോ നമ്മൾ ഉദ്ദേശിക്കുന്നത്? എനിക്ക് ചിലപ്പോൾ തോന്നിയിട്ടുണ്ട്, യഥാർത്ഥത്തിൽ നമ്മൾ ശത്രുക്കൾ എന്ന് കരുതുന്ന പലരും നമ്മുടെ ശത്രുക്കളല്ല. നമ്മൾ മിത്രങ്ങൾ എന്ന് കരുതുന്നവർ പലരും ശത്രുക്കളായിരിക്കാം. ഈ അടുത്ത സമയത്ത് നമ്മുടെ കേരളത്തിന്റെ അഭിമാനമായ സിനിമാ താരം മോഹൻലാൽ, അദ്ദേഹത്തിന് ഒരു വലിയ അവാർഡൊക്കെ കിട്ടി. അപ്പോൾ അവാർഡ് കിട്ടി അദ്ദേഹം ഒരു പ്രസംഗമൊക്കെ ചെയ്തു. അതിൽ കുമാരനാശാന്റെ കവിത എന്ന് പറഞ്ഞ് ഒരു കവിത അവിടെ ചൊല്ലി. അദ്ദേഹത്തിന്റെ ഏതോ സുഹൃത്തുക്കൾ എഴുതി കൊടുത്തതായിരിക്കണം. എന്തായാലും ആ കവിതയ്ക്ക് ആ സന്ദർഭവുമായും ബന്ധമില്ല, കുമാരനാശാനുമായും ബന്ധമില്ല, കുമാരനാശാന്റെ വീണപൂവുമായും ബന്ധമില്ല, വീഴാത്ത പൂവുമായും ബന്ധം. അപ്പോൾ ഇത് എഴുതി കൊടുത്തയാളുടെ പേര് സുഹൃത്തെന്നാണ്. ഇത് സുഹൃത്താണോ ശത്രുവാണോ? ഭാഗ്യസ്മരണീയനായ നമ്മുടെ അത്തനേഷ്യസ് തിരുമേനി തമാശ രൂപേണ പറയുന്ന ഒരു കാര്യമുണ്ട്. എൻ്റെ കർത്താവേ, ഇങ്ങനെ ചില സുഹൃത്തുക്കളുണ്ട്, പിന്നെ ശത്രുക്കൾ എന്തിനാ? തിരുമേനിയോട് അടുത്തിടപെട്ടിട്ടുള്ളവരൊക്കെ പറയും. വേറെ ഒരു പ്രാർത്ഥനയുണ്ട്, കർത്താവേ എൻ്റെ ശത്രുക്കളിൽ നിന്ന് എന്നെ നീ രക്ഷിക്കണ്ട, കാരണം എനിക്കറിയാം എൻ്റെ ശത്രുക്കൾ, എൻ്റെ സുഹൃത്തുക്കളിൽ നിന്ന് എന്നെ രക്ഷിക്കണം. അപ്പോൾ നമ്മൾ നമ്മുടെ ശത്രുക്കളുടെ മുൻപിൽ നീതി വെളിപ്പെടണം എന്നാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്. എന്നാൽ ദൈവത്തിന്റെ നീതിക്കായി നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ നമ്മൾ ദൈവത്തിന്റെ നീതി എന്ന് ഉദ്ദേശിക്കുന്നത് ദൈവത്തിന്റെ നീതിയാണോ എന്ന് എങ്ങനെ അറിയാം? അതിനുള്ള സൂത്രമാണ് ഞാൻ പറഞ്ഞത്. ദൈവത്തിന്റെ സ്വഭാവത്തിന് ചേരാത്തതല്ല ദൈവത്തിന്റെ നീതി. ഗോഡ്സ് റൈച്ചസ്നെസ് റിഫ്ലെക്ട്സ് ഗോഡ്സ് ക്യാരക്ടർ. ഇവിടെ ദാവീദ് തന്റെ ശത്രുക്കളെ കുറിച്ച് പറയുന്നുണ്ട്. എനിക്ക് രണ്ട് തരത്തിലുള്ള നീതിയുണ്ട്. ഒന്ന് ദൈവത്തിന്റെ നീതിയുണ്ട്, രണ്ട് പ്രതികാര നീതിയുണ്ട്. എന്നാൽ തന്റെ ശത്രുക്കളുടെ ഒരു നീതിയുണ്ട്, റൈച്ചസ്നെസ് ഓഫ് മൈ എനിമീസ്. ദാവീദ് തന്റെ ശത്രുക്കളെ കുറിച്ച് പറയുമ്പോൾ 6 തരം മനുഷ്യരെ കുറിച്ചാണ് പറയുന്നത്. എനിക്ക് ഇഷ്ടമില്ലാത്തവരോ അല്ലെങ്കിൽ എന്നോട് എൻ്റെ അഭിപ്രായത്തോട് യോജിക്കാത്തവരോ അല്ല എൻ്റെ ശത്രുക്കൾ. ദൈവം വെറുക്കുന്ന, ദൈവത്തിന് ഇഷ്ടമില്ലാത്തവരാണ് എൻ്റെ ശത്രുക്കൾ. എനിക്കിഷ്ടമില്ലാത്തവരല്ല, ദൈവത്തിന് ഇഷ്ടമില്ലാത്തവരാണ് എൻ്റെ ശത്രുക്കൾ. ദാവീദ് 6 തരം മനുഷ്യരെ കുറിച്ച് അവിടെ പറയുന്നുണ്ട്. അവിടെ ആദ്യം പറയുന്നത് യഹോവയ്ക്ക് ആരോട് ഇഷ്ടമില്ല? 4-ാമത്തെ വാക്യത്തിൽ പറയുന്നുണ്ട്, നീ ദുഷ്ടതയിൽ പ്രസാദിക്കുന്ന ദൈവമല്ല. For you are not a God who delights in wickedness. ദുഷ്ടതയിൽ സന്തോഷിക്കുന്നയാളല്ല ദൈവം. രണ്ടാമത് അവിടെ പറയുന്നു 5-ാമത്തെ വാക്യത്തിൽ, അഹങ്കാരികൾ നിന്റെ സന്നിധിയിൽ നിൽക്കില്ല. അപ്പോൾ യഹോവയ്ക്ക് വെറുപ്പുള്ളവർ ആരൊക്കെയാണ്? ദുഷ്ടത പ്രവർത്തിക്കുന്നവർ. 2, അഹങ്കാരികൾ. 5-ാം അധ്യായത്തിന്റെ വീണ്ടും അവിടെ പറയുന്നുണ്ട്, നീതികേട് പ്രവർത്തിക്കുന്നവർ. 4, ഭോഷ്ക് പറയുന്നവർ. 5, രക്തപാതകം ചെയ്യുന്നവർ. 6, ചതിയന്മാർ. അപ്പോൾ ദാവീദ് കേവലം തൻ്റെ ഇഷ്ടാനിഷ്ടങ്ങളുടെ അടിസ്ഥാനത്തിലല്ല മനുഷ്യരെ ശത്രുക്കളായും സുഹൃത്തുക്കളായും കാണുന്നത്. ഇവിടെ പറയുന്നു 6 തരം മനുഷ്യർ, അല്ലെങ്കിൽ 6 രീതിയിൽ ജീവിക്കുന്ന മനുഷ്യർ, അവർ
യഹോവയ്ക്ക് വെറുപ്പുള്ളവരാണ്. ആരൊക്കെയാണ്? ദുഷ്ടത പ്രവർത്തിക്കുന്നവർ, അഹങ്കാരികൾ, നീതികേട് പ്രവർത്തിക്കുന്നവർ, ഭോഷ്ക് പറയുന്നവർ, രക്തപാതകമുള്ളവർ അല്ലെങ്കിൽ രക്തപാതകം ചെയ്യുന്നവർ, ചതിവുള്ളവർ. അപ്പോൾ ഈ ആരെയാണ് ശത്രുക്കൾ എന്ന് ദാവീദ് വിശേഷിപ്പിക്കുന്നത്? പലപ്പോഴും നമ്മുടെ ഒരു അനുദിന ജീവിതത്തിൽ നമ്മളോട് യോജിക്കാത്തവരോടും നമ്മുടെ അഭിപ്രായങ്ങളോട് ചേർന്ന് നിൽക്കാത്തവരുമൊക്കെ നമ്മുടെ ശത്രുക്കളുടെ പട്ടികയാണ്. എന്നാൽ ദാവീദിന് കൃത്യമായി ആരാണ് തൻ്റെ ശത്രുക്കൾ എന്ന് കൃത്യമായിട്ട് അറിയാം. അത് അഹങ്കാരികൾ, ഭോഷ്ക് പറയുന്നവർ, ദുഷ്ടത പ്രവർത്തിക്കുന്നവർ, നീതികേട് പ്രവർത്തിക്കുന്നവർ, രക്തപാതകം ചെയ്യുന്നവർ, അതുപോലെ ചതിയന്മാരായിട്ടുള്ള ആളുകൾ. അതുകൊണ്ട് അവരുടെ നീതിയല്ല എനിക്ക് വേണ്ടത്. ഭോഷ്ക് പറയുന്നവരുടെ ഒരു നീതിയുണ്ട്, രക്തപാതകന്മാരുടെ നീതിയുണ്ട്, ചതിയന്മാരുടെ നീതിയുണ്ട്, അഹങ്കാരികളുടെ നീതിയുണ്ട്. എനിക്ക് വേണ്ടത് അവരുടെ നീതിയല്ല. അപ്പോൾ ഒരു ദിവസം ആരംഭിക്കുമ്പോൾ, പ്രഭാതം ആരംഭിക്കുമ്പോൾ ദാവീദ് ദൈവസന്നിധിയിൽ ജാഗരണം ചെയ്യുകയാണ്. ദാവീദ് തന്റെ ശത്രുക്കളെ ഓരോരുത്തരെയായി പേര് പറഞ്ഞല്ല ദാവീദ് ശത്രുക്കളെ കുറിച്ച് പറയുന്നത്. യഹോവയ്ക്ക് അറുപ്പായവർ, യഹോവ വെറുക്കുന്നവർ, യഹോവയ്ക്ക് ഇഷ്ടമില്ലാത്തവർ, യഹോവയോട് മറുതലിക്കുന്നവർ. ഞാനീ പറഞ്ഞല്ലോ, നമ്മൾ ഈ ശത്രു എന്നൊക്കെ പറയുമ്പം ആ വാക്ക് വളരെയധികം തെറ്റായി നമ്മൾ ഉപയോഗിക്കുന്നത് കൊണ്ടാണ് വീണ്ടും വീണ്ടും ആ വാക്കിൻ്റെ ഒരു ന്യൂവാൻസിങ്ങിനായിട്ട് ഞാൻ ശ്രമിക്കുന്നത്. ദാവീദിന്റെ വലിയ പ്രാർത്ഥന, നിന്റെ നീതി എനിക്ക് മതി. ഇത് ഒരു പക്ഷേ നമുക്ക് അത്ര സ്വീകാര്യമാവാൻ സാധ്യതയില്ല. നമുക്ക് വേണ്ടത് നമ്മുടെ നീതിയാണ്. 17-ാം സങ്കീർത്തനത്തിൽ പറയുന്നുണ്ട്, എനിക്കുള്ള നീതി നിന്റെ സന്നിധിയിൽ നിന്ന് പുറപ്പെടട്ടെ. ഒരു ദൈവ പൈതൽ പ്രാർത്ഥിക്കേണ്ടത്, ശത്രുക്കൾ വർദ്ധിക്കുമ്പോൾ, രക്തപാതകൻ, ഈ POC വേദപുസ്തകത്തിൽ കഴിഞ്ഞ ദിവസം ഞാൻ ഞങ്ങളുടെ പുനലൂർ രൂപതയിലുള്ള ബിഷപ്പിനെ കാണാൻ പോയപ്പോൾ അദ്ദേഹം എനിക്കൊരു POC വേദപുസ്തകം തന്നു. ഒരുപക്ഷെ ഞാൻ അല്ലാത്തത് വായിച്ചിട്ട് നന്നാവുന്നില്ല എന്ന് കണ്ടതുകൊണ്ടായിരിക്കും ഇനി POC വേദപുസ്തകം എനിക്ക് തന്നു. അപ്പോൾ ഞാൻ വെറുതെ ഈ 5-ാം സങ്കീർത്തനം പ്രസംഗത്തിന് വേണ്ടി ധ്യാനിച്ചപ്പോൾ ഞാൻ വെറുതെ POC ബൈബിൾ ഒന്ന് നോക്കി. അവിടെ ശത്രുക്കൾ എന്ന പദമല്ല ഉപയോഗിച്ചിരിക്കുന്നത്, എനിക്ക് വേണ്ടി പതിയിരിക്കുന്നവർ. അതൊരു നല്ല പ്രയോഗമായിട്ട് എനിക്ക് തോന്നി. അതായത് എൻ്റെ നാശം ആഗ്രഹിക്കുന്ന മനുഷ്യർ, എനിക്ക് വേണ്ടി പതിയിരിക്കുന്നവർ. അവരാരാണ്? ദാവീദിന് കൃത്യമായി അറിയാം, അത് ശൗലിനെ ചുറ്റിപ്പറ്റി നിൽക്കുന്ന ആളുകളാണ്. എന്തുകൊണ്ടാണ് ശൗലിന് ദാവീദിനോട് ഇത്ര വിരോധം? ദാവീദ് എന്തെങ്കിലും ചെയ്തിട്ടല്ല, തന്നെ രാജസ്ഥാനത്ത് നിന്ന് മാറ്റി പകരം ദാവീദിനെ വാഴിക്കാൻ ദൈവം ആഗ്രഹിക്കുന്നു. അതുകൊണ്ട് ദൈവത്തിന്റെ ആഗ്രഹങ്ങൾ, ദൈവത്തിന്റെ പദ്ധതികൾ, ദൈവത്തിന്റെ സ്വപ്നങ്ങൾ, അതിന് എതിര് നിൽക്കുന്നവർ, നമ്മൾ ദൈവഹിതത്തെ അനുസരിക്കുമ്പോൾ നമുക്കെതിരായി വരാം. അതുകൊണ്ടാണ് POC ബൈബിളിൽ പറയുന്നത്, എനിക്ക് വേണ്ടി പതിയിരിക്കുന്നവർ. അതുകൊണ്ട് എന്താണ് ഒരു ദൈവ പൈതലിന്റെ പ്രാർത്ഥന? ഒറ്റ കാര്യമുള്ളൂ, എനിക്ക് എൻ്റെ നീതിയല്ല വേണ്ടത്, എനിക്ക് നിന്റെ നീതി. ചില സമയത്തൊക്കെ നമുക്ക് വിഷമവും സങ്കടവും ഒക്കെ വരുന്ന സമയത്ത് ചിലപ്പോൾ നമ്മളെ വല്ലാതെ കരയിപ്പിക്കുകയും സങ്കടപ്പെടുത്തുകയൊക്കെ ചെയ്യുമ്പം നമ്മുടെ ഉള്ളിലുണ്ട്, ഇവൻ എങ്ങനെയെങ്കിലും ഒന്ന് ചാവണ്ട, കുറഞ്ഞ പക്ഷം തേങ്ങായെങ്കിലും ഒന്ന് തലയിലൊന്നും വീണം, അത്രയൊക്കെ മതി, മരിക്കണമെന്ന്. അത്രയും ദുഷ്ടന്മാരൊന്നും അല്ല നമ്മൾ. ചില സമയത്ത് നമ്മൾ അങ്ങനെ ആഗ്രഹിച്ചിട്ടില്ലേ? നമ്മളെ വല്ലാതെ കരയിപ്പിക്കുന്നവർക്കും സങ്കടപ്പെടുത്തുന്നവർക്കും എന്തെങ്കിലുമൊക്കെ വരണമെന്ന് നമ്മൾ ആഗ്രഹിക്കത്തില്ലേ? ചില സമയത്ത് കുടുംബ പ്രാർത്ഥനയിലൊക്കെ മക്കൾ പറഞ്ഞാൽ കേൾക്കാതെ വരുമ്പം തെക്കോട്ട് പോകാൻ പറഞ്ഞാൽ വടക്കോട്ട് പോകും. നമ്മളെ വല്ലാതെ സങ്കടപ്പെടുത്തുമ്പോൾ നമ്മൾ യെശയ്യാ പ്രവചനമൊക്കെ പറയും, കാളതൻ്റെ ഉടയവനെയും കഴുതൻ്റെ ഇവന്മാരെന്നോട് മത്സരിക്കുന്നു, നീ ഇവരെ പഠിപ്പിക്കണമേ എന്നൊക്കെ ഉദ്ദേശിക്കുന്നത് എന്തുവാ? അവിടെ നമ്മൾ പ്രാർത്ഥിക്കുന്നത് ദൈവം ആരോട് പ്രതികാരം ചെയ്യണമെന്നാ. എനിക്കിഷ്ടമില്ലാത്തവർ, എന്നെ വേദനിപ്പിക്കുന്നവർ, അവരോട് പ്രതികാരം ചെയ്യണമെന്ന്. എന്നാൽ ഇവിടെ ദാവീദ് ആഗ്രഹിക്കുന്നത് പ്രതികാരമല്ല, ദൈവത്തിന്റെ നീതിയാണ് ആഗ്രഹിക്കേണ്ടത്. ഒരു ദൈവ പൈതൽ ഒരിക്കലും അവനെയോ അവളെയോ അവരെയോ ഉപദ്രവിക്കുന്നവരെയും സങ്കടപ്പെടുത്തുന്നവരെയും ഓർത്ത് ദൈവസന്നിധിയിൽ അവരുടെ നാശം ആഗ്രഹിക്കില്ല. കാരണം നമ്മൾ പ്രാർത്ഥനയിൽ ആഗ്രഹിക്കുന്നത് ദൈവത്തിന്റെ നീതിയാണ്. ദൈവത്തിന്റെ നീതി എന്ന് പറയുമ്പോൾ അത് ദൈവത്തിന്റെ സ്വഭാവത്തിന് ചേർന്നതായിരിക്കണം. ഇവിടെ ഇരിക്കുന്നവരിൽ, ഓൺലൈനിൽ കേൾക്കുന്നവരും അല്ലാത്തവരും ഒക്കെ
നിങ്ങൾ വെറുതെ ഒന്ന് ചിന്തിച്ച് നോക്കിയേ. മരുമോൾക്ക് വേണ്ടി നമ്മൾ എന്താ പ്രാർത്ഥിച്ച്? ദൈവത്തിന്റെ നീതി വെളിപ്പെടണമെന്നാണോ? വെറുതെ ഒന്ന് ആലോചിച്ചാൽ മതി. അതുകൊണ്ട് പ്രഭാതത്തിൽ പ്രാർത്ഥിക്കേണ്ടത് ഒറ്റ കാര്യം, നിന്റെ നീതി. അതുകൊണ്ട് നമുക്ക് ദൈവത്തിന്റെ നീതിയേക്കാൾ മറ്റൊന്നും ആരാണ് ഭക്തൻ? ദൈവത്തിന്റെ നീതിക്കായി ഓരോ പ്രഭാതത്തിലും ജാഗരണം ചെയ്യുന്നവനാണ് ആര്? ഭക്തൻ. അതുകൊണ്ട് ദാവീദ് പ്രഭാത ജാഗരണത്തിൽ ഒന്നാമതായി ദൈവത്തോട് അപേക്ഷിക്കുന്നത്, നിന്റെ നീതിയാൽ എന്നെ നടത്തണമേ. പ്രതികാര ബുദ്ധിയാലല്ല, എൻ്റെ ഇഷ്ടത്താലല്ല, എൻ്റെ താല്പര്യത്താലല്ല, എന്നെ നടത്തണം. എങ്ങനെ? നിന്റെ നീതിയാൽ. ലീഡ് മീ ഓ ലോർഡ് ഇൻ യോർ റൈച്ചസ്നെസ്. രണ്ടാമത് ദാവീദ് പ്രാർത്ഥിക്കുന്നത്, എൻ്റെ മുൻപിൽ നിന്റെ വഴിയെ നിരപ്പാക്കണമേ. നമ്മളാണ് എങ്ങനെ പ്രാർത്ഥിച്ചേനെ? നിന്റെ മുൻപിൽ എൻ്റെ വഴിയെ നിരപ്പാക്കണം. അപ്പോൾ രണ്ടാമത് ദാവീദ് പ്രഭാതത്തിൽ പ്രാർത്ഥിക്കുന്നത് നിന്റെ വഴി. നമ്മളിവിടെ ആ നിന്റെ വഴി എന്ന ആ വാക്യം അല്ലെങ്കിൽ ആ വാചകം ഒന്നുകൂടെ ശാന്തമായി ചിന്തിക്കുമ്പോൾ, ദാവീദ് എന്താണ് നിന്റെ വഴി എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? കാരണം ദാവീദ് ഇസ്രയേലിന്റെ രാജാവാകണമെന്ന് ദാവീദിന്റെ ആഗ്രഹമല്ല, അത് ദൈവത്തിന്റെ ആഗ്രഹമാണ്. ദൈവത്തിന്റെ ആഗ്രഹമാണ് ഇസ്രയേലിന്റെ രാജാവാകണം ഞാനെന്ന് ഉണ്ടെങ്കിൽ അതിനുള്ള വഴി ഒരുക്കേണ്ടതും നിരപ്പാക്കേണ്ടതും ഞാനല്ല. പലപ്പോഴും സംഭവിക്കുന്നത്, നമ്മുടെ ആഗ്രഹങ്ങളെയും നമ്മുടെ സ്വപ്നങ്ങളെയും നമ്മൾ അത് എന്തായി വ്യാഖ്യാനിക്കും? ദൈവത്തിൻ്റെ ആഗ്രഹമായി വ്യാഖ്യാനിക്കും. നമ്മൾ അതിന് വളരെ സമർത്ഥരാണ്, അല്ലേ? ചിലപ്പോൾ നമ്മൾ കണ്ടിട്ടില്ലേ, കല്യാണമൊക്കെ നടക്കും, അപ്പനും അമ്മയ്ക്കും ഒന്നും സമ്മതമല്ല, വീട്ടിൽ കൊലപാതകമല്ലാത്തതെല്ലാം നടക്കും, അവസാനം പേന കത്തി കാണിച്ചും ആത്മഹത്യ ചെയ്യുമെന്ന് പറഞ്ഞും രജിസ്റ്റർ കല്യാണം ചെയ്യുമെന്നൊക്കെ പറഞ്ഞ് ഒരു താരത്തിൽ പേടിപ്പിച്ച് കല്യാണം കഴിയും. പക്ഷെ ആ കുറിയുടെ മണ്ടയ്ക്ക് എന്തോ അടിക്കും? ഇത് യഹോവയാൽ. ഇത്രയും അഭ്യാസങ്ങൾ മുഴുവൻ കാണിച്ച് ഉള്ള കുത്തിത്തിരിപ്പ് മുഴുവൻ ഉണ്ടാക്കി അപ്പനെയും അമ്മയും കരയിപ്പിച്ച് അവരെ ആത്മഹത്യാ ഭീഷണി മുഴക്കി അവസാനം എന്തെങ്കിലും ആവട്ടെന്ന് കരുതും. പക്ഷെ കുറി അടിക്കുമ്പം അതിന്റെ മുകളിൽ എന്തായിരിക്കും? ദാവീദ് പറയുക, ഞാൻ രാജാവാകേണ്ടത് എൻ്റെ ആവശ്യമല്ല, അതുകൊണ്ട് തന്നെ നിനക്ക് ഇഷ്ടമുണ്ടെങ്കിൽ വഴി നിരപ്പാക്കിയാൽ മതി. ഒരു കഥ പറഞ്ഞാൽ, ഈ എൻ്റെ വഴി നിന്റെ വഴി എന്നൊക്കെ പറഞ്ഞാൽ അത് കുറച്ചുകൂടെ വേഗത്തിൽ മനസ്സിലാവും. ഈ പണ്ട് നമ്മുടെ വീട്ടിലൊക്കെ ഈ കല്യാണം ഒക്കെ വീട്ടിൽ തന്നെയാണ് അലുവയൊക്കെ ഉണ്ടാക്കുന്നത്. അപ്പോൾ അതൊരു വലിയ ചടങ്ങാണ്. അപ്പോൾ അതിൻ്റെ അമ്മച്ചിമാരാണ് അതിൻ്റെ ഒരു ഷെഫ് പിള്ളയൊക്കെ നിൽക്കുന്ന പോലെയാണ് നമ്മുടെ അമ്മച്ചിമാർ ചട്ടയും മുണ്ടുമൊക്കെ എടുത്ത് ഇങ്ങനെ നിർവ്വാണം അവിടെ നിർവ്വാണയാണെങ്കിൽ ഇവർ ഇതൊക്കെ കണ്ടാണ് ഒരു അപ്പോൾ ഇളക്ക് അങ്ങോട്ട് ഒഴിക്കുക ഇങ്ങോട്ട്. അപ്പോൾ അമ്മച്ചിമാർ ഇതെല്ലാം ഒന്ന് സൂപ്പർവൈസ് ചെയ്യും. അപ്പോൾ ഇതെല്ലാം ഇപ്പോൾ ഞങ്ങളുടെ വീട്ടിലും, ഞാൻ അങ്ങ് ഷിക്കാഗോയിലൊന്നും അല്ലല്ലോ ജനിച്ചത്, തലവടിയിലാണ്. അതുകൊണ്ട് അവിടെ ഈ പരിപാടിയൊക്കെ ഉണ്ട്. അപ്പോൾ ഈ അലുവയെല്ലാം മുറിച്ച് കഴിഞ്ഞ് ഈ ഹൽവ എന്നൊക്കെ പറയണമായിരിക്കും, അല്ലെ പൊളിറ്റിക്കലി കറക്റ്റ് അല്ലായിരിക്കും. ഹൽവ എന്നൊക്കെ പറഞ്ഞാൽ മതി, തേവലക്കര ഇത്രയൊക്കെ മതി. അപ്പോൾ ഹൽവ അല്ലെങ്കിൽ അലുവ, ഞാനൊരു സ്റ്റാൻഡേർഡ് ഇല്ലാത്ത ആളായതുകൊണ്ട് അങ്ങ് പറയുന്നതെന്ന് വിചാരിച്ചാൽ മതി. അപ്പോൾ ഈ അമ്മച്ചി അലുവ എല്ലാം അങ്ങോട്ട് റെഡിയാക്കി ഇത് ഓരോന്ന് അങ്ങോട്ട് മുറിക്കും. ഇതൊക്കെ മുറിക്കുന്ന കണ്ടു കഴിഞ്ഞാൽ കുർബാനയപ്പം മുറിക്കുന്ന പ്രിസിഷനിലാണ് എല്ലാം മുറിച്ച് അങ്ങോട്ട് അടുക്കി വെക്കും. എന്നിട്ട് ഇതിൻ്റെ പുറത്ത് ഒരു വാഴയില കൊണ്ട് അങ്ങോട്ട് മൂടും. അപ്പോൾ എല്ലാം മുറിച്ച് അടുക്കി പാത്രത്തിലൊക്കെ വെച്ചിരിക്കുക, വാഴയില. എന്നിട്ട് ചെറിയൊരു കീറിട്ട്, കാരണം ഈ ചൂടൊക്കെ ഒന്ന് പോകാനായിട്ട്. അപ്പോൾ ഞങ്ങളെപ്പോലെ അവിടെ അതിൻ്റെ ചുറ്റും ഇങ്ങനെ ഈ വായി നോക്കി നിൽക്കുന്ന കുറേ പിള്ളേർ കാണും. ഓരോ അലുവ തരും, സ്ഥലം വിട്ടോളം പറയും. അപ്പോൾ അമ്മച്ചി എല്ലാം മുറിച്ച് വെച്ചിരിക്കുക. അടുക്കളയെ കലവറയ്ക്കകത്തോട്ട് ഈ സൂത്രമൊക്കെ വെച്ച് പൂട്ടി ചട്ടയുടെ അല്ലല്ലോ മുണ്ടിൻ്റെ ഇവിടോട്ട് ഈ സ്വർഗരാജ്യത്തിൻ്റെ താക്കോൽ അമ്മച്ചി ആ ജാടയിലാണ് ഈ താക്കോൽ ഇവിടെ വെക്കുന്നത്. അപ്പോൾ നമ്മളിങ്ങനെ പിന്നെ അവിടെ ഇവിടെ കറങ്ങി നിൽക്കും, ശരി അലുവൊക്കെ കിട്ടുമെന്ന് വിചാരിച്ച് നിൽക്കും, തരത്തില്ല. അപ്പോൾ ഇങ്ങനെ കുറച്ച് നേരമൊക്കെ കറങ്ങി നിൽക്കുമ്പോൾ ഞങ്ങളുടെ വലിയപ്പച്ചൻ അതുവഴി വരും. അപ്പോൾ കാരണവരാണ് വീട്ടിലെ. അപ്പോൾ അവിടോട്ട് വരുമ്പോൾ അമ്മച്ചി നേരെ അടുക്കളയിലോട്ട് ചെന്ന് എല്ലാം തുറന്ന് ഒരു കഷ്ണം അലുവ എല്ലാം മുറിച്ച് വെച്ചിരിക്കുക, അത് ഓർത്തോണം. എന്നിട്ട് അതിൽ ഒരു കഷ്ണം എടുത്ത് വന്നിട്ട് അപ്പച്ചൻ്റെയിലോട്ട് കൊടുക്കുമ്പോൾ ചോദിക്കും, ഈ വലിപ്പത്തിൽ മുറിച്ചാൽ മതിയോ? അപ്പോൾ അപ്പച്ചൻ അതെല്ലാം ഇങ്ങനെ എടുത്ത് നോക്കും, മതിയടി. അപ്പോൾ എനിക്ക് മനസ്സിലാവാത്തൊരു കാര്യം, ഇത് മുഴുവൻ മുറിച്ച് വെച്ചിട്ട് എന്തിനാണ് ഇങ്ങനെ ചോദിക്കുന്നത്? ഞങ്ങളുടെ അച്ഛന്മാരുടെ ട്രാൻസ്ഫർ പോലെ എല്ലാം സെറ്റാക്കിയിട്ട് ഞാനൊന്നും പറഞ്ഞില്ലേ,
എല്ലാം ഒന്ന് വിറപ്പിച്ചു കഴിഞ്ഞാൽ പിന്നെ അതെന്തായി? ദൈവഹിതമായി. അപ്പൊ അലുവ എല്ലാം മുറിച്ചു വെച്ചിരിക്കുക. ആരുടെ ഹിതപ്രകാരം? അമ്മച്ചിയുടെ ഹിതപ്രകാരം അലുവ മുഴുവൻ മുറിച്ചു. എന്നിട്ട് മൂപ്പ് ചോദിക്കാൻ വേണ്ടി ഇതുപോലെ മതിയോ? നമ്മളിൽ പലരും ദൈവഹിതം എല്ലാം ഒപ്പിച്ചു വെച്ചിട്ട് നമ്മൾ അവസാനം ചെന്നൊന്ന് ചോദിക്കും, അല്ലേ? ഞാനൊരിക്കലും ഒരു പൊതുയോഗത്തിൽ, ഇനി ഇത് ലൈവ് ആയതുകൊണ്ട് ഇതിൻ്റെ കാനോനികമാണോ എന്ന് അറിഞ്ഞുകൂടെ, ഒരു പൊതുയോഗത്തിൽ ഞാൻ പ്രാർത്ഥിച്ചില്ല, അല്ലാതെ അങ്ങ് തുടങ്ങാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഒരാളെന്നോട് അച്ഛാ പ്രാർത്ഥിച്ചില്ല. ഞാൻ ചോദിച്ചു എന്തിനാണ് പ്രാർത്ഥിക്കുന്നത്? നിങ്ങൾ ഇന്നലെ ഗ്രൂപ്പ് യോഗം കൂടി എല്ലാം തീരുമാനിച്ചില്ല, ഇനി ഇവിടെ പ്രാർത്ഥിച്ചാൽ എന്തോ കാര്യം? തലേ ദിവസം തന്നെ ഓരോ വീടുകളിലൊക്കെ കൂടി നാളത്തേക്കുള്ള ആളുകളെ എല്ലാം തിരഞ്ഞെടുത്തിട്ട് ഈ അച്ഛനെ കൊണ്ട് ഇങ്ങനെ പ്രാർത്ഥിപ്പിക്കുക, കർത്താവേ നിന്റെ ഹിതമൊക്കെ ഓൾറെഡി മുറിച്ചു വെച്ചിരിക്കുക, അലുവയല്ല. അപ്പൊ തലേ ദിവസം ഓരോ മേഖലയിൽ കൂടി നമ്മുടെ കുടുംബത്തിൽ നിന്ന് ഇന്നാരായിരിക്കണമെന്നെല്ലാം തീരുമാനിച്ചിട്ട് പള്ളി വന്നിട്ട് നിന്റെ ഹിതം, ഇതാരെയായി പറ്റിക്കുന്നേ? ദാവീദ് നിന്റെ വഴി എന്ന് പറഞ്ഞാൽ അതിനൊരൊറ്റ അർത്ഥമേ ഉള്ളൂ, അത് നിന്റെ വഴി എന്ന് മാത്രമാണ്. അതുകൊണ്ട് ദാവീദിന് നിന്റെ വഴി എന്നത് കൗശലം ഒളിപ്പിച്ച് കടത്താനുള്ള ഒരു സൂത്രമല്ല. അതുകൊണ്ട് വളരെ ശ്രദ്ധിക്കണം, നിന്റെ ഹിതം നിന്റെ വഴി. അതുകൊണ്ട് ദാവീദ് പറയുന്നത്, ദാവീദിന് ഇസ്രായേലിന്റെ രാജാവാകാനുള്ള പ്രധാന തടസ്സം ശൗലാണ്. ദാവീദ് പറയുന്നു, എൻ്റെ വഴിയിൽ, എൻ്റെ നിയോഗ വഴിയിൽ ശൗൽ ഒരു തടസ്സമായി നിൽക്കുകയാണ്. അത് നീ ശരിയാക്കി തരണം. കാരണം ഞാൻ രാജാവാകേണ്ടത്, ഞാൻ ഇന്ന സ്ഥാനത്ത് എത്തേണ്ടത് എൻ്റെ ഹിതം അല്ലല്ലോ. അതുകൊണ്ട് തന്നെ എനിക്ക് മുൻപിലുള്ള വഴി നിരപ്പാക്കേണ്ടത് എൻ്റെ ഉത്തരവാദിത്തമല്ല. പലപ്പോഴും ജീവിതത്തിൽ നമ്മൾ ആഗ്രഹിക്കുന്ന സ്ഥലത്ത് എത്താത്തത് കൊണ്ട് നമുക്ക് എന്തൊക്കെ വെപ്രാളങ്ങളാണെന്നറിയാമോ? അതിനുവേണ്ടി നമ്മൾ ചെയ്യാവുന്ന പരിപാടികളൊക്കെ ചെയ്യും. മണ്ഡലകാലമൊക്കെ ആകുമ്പോൾ ഓരോ പള്ളിയിലും നമുക്ക് താല്പര്യമുള്ളവരെ നേരത്തെ നിർത്തും. എന്തിനു വേണ്ടിയാ? പിന്നെ ടെൻഷനാണ്. ഞാൻ ഇന്ന സ്ഥാനത്ത് എത്തണമെന്നുള്ളത് എൻ്റെ ആഗ്രഹമാകുമ്പോഴാണ് ശരിയല്ലാത്ത, നേരല്ലാത്ത, ദൈവത്തിൻ്റെ സ്വഭാവത്തിന് ചേരാത്ത, ദൈവത്തെ വേദനിപ്പിക്കുന്ന, ദൈവത്തിൻ്റെ ഹൃദയത്തെ സങ്കടപ്പെടുത്തുന്ന, ദൈവത്തിൻ്റെ ഹൃദയത്തെ മുറിവേൽപ്പിക്കുന്ന വഴികൾ സ്വീകരിക്കുന്നത്. എൻ്റെ ആഗ്രഹം ദൈവത്തിൻ്റെ ആഗ്രഹമാണെങ്കിൽ അതിനുള്ള വഴി ഒരുക്കേണ്ടതും ആരുടെ ജോലിയാണ്? ദൈവത്തെ. അതുകൊണ്ടാണ് സങ്കീർത്തനക്കാരൻ പറയുന്നത്, എൻ്റെ മുൻപിൽ നിന്റെ വഴി. കാരണം ഞാൻ ഇസ്രായേലിന്റെ രാജസ്ഥാനത്ത് എത്തണമെന്നുള്ളത് എൻ്റെ ആഗ്രഹമല്ലല്ലോ. അതുകൊണ്ട് ഹി ഈസ് നോട്ട് ആസ്കിംഗ് ഫോർ റാറ്റിഫൈയിങ് സെൽഫ് മെയ്ഡ് പാത്ത്. സ്വയം വെട്ടി, നമ്മൾ പറയത്തില്ലേ, സ്വയമായി വഴി വെട്ടി വന്നവർ. അത് ഒരു ആത്മീയ വിധത്തിൽ നോക്കിയാൽ അതൊരു നല്ല പ്രയോഗമാണെന്ന് എനിക്ക് തോന്നുന്നില്ല. അതൊരു വേറൊരു അതായത് വളരെയധികം കഠിനാധ്വാനം ചെയ്യുന്ന മനുഷ്യരെ കുറിച്ചാണ് നമ്മൾ അത് ഉദ്ദേശിക്കുന്നത്. ഈ അടുത്ത സമയത്ത് കേരളത്തിലേറെ ചർച്ച ചെയ്യപ്പെട്ട ഒരു പുസ്തകമാണ് കമ്പിളികണ്ടത്തെ കൽഭരണികൾ. ഒരുപക്ഷെ നിങ്ങൾ അതൊന്ന് വായിക്കുന്നത് നല്ലതായിരിക്കും. ഇടുക്കിയിലെ കമ്പിളികണ്ടം എന്ന് പറയുന്ന സ്ഥലത്തെ ഒരു സാധാരണ കുടുംബത്തിൽ ജനിച്ച ബാബു എന്ന മനുഷ്യൻ, ഇന്ന് അദ്ദേഹം ഫ്രാൻസിലെ ഒരു യൂണിവേഴ്സിറ്റിയിലെ അധ്യാപകനാണ്. അപ്പോൾ അദ്ദേഹത്തിന്റെ ജീവിത വഴികളെ കുറിച്ചാണ് അദ്ദേഹം പറയുന്നത്. അപ്പോൾ തിരിഞ്ഞു നോക്കുമ്പോൾ അദ്ദേഹം പറയുന്ന ഒരു കാര്യമുണ്ട്, ഞാനൊരു പൊട്ടിയ കൽഭരണിയാണ്. ഈ കൽഭരണിയിൽ ആരൊക്കെയോ വെള്ളം നിറച്ചതുകൊണ്ടാണ് ഞാൻ ഇന്ന് സ്വാദിഷ്ടമായ ഒരു വീഞ്ഞായി മാറിയത്. അതുകൊണ്ട് ജീവിതത്തിൽ ഏതെങ്കിലുമൊക്കെ സ്ഥാനത്ത് എത്തണമെന്ന് ആഗ്രഹിക്കുന്നെങ്കിൽ സ്വന്തമായി അതിനുള്ള കുരുട്ടു വഴികൾ, എളുപ്പ വഴികൾ, കുറുക്കു വഴികൾ വെട്ടുന്നത് എപ്പോഴാണെന്നറിയാമോ? ആ സ്ഥാനത്ത് എത്തേണ്ടത് എൻ്റെ ആവശ്യമായി മാറുമ്പോഴാണ്. ഏതെങ്കിലും ഒരു സ്ഥാനത്ത് ഞാൻ എത്തണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നില്ലെങ്കിൽ പിന്നെ നമുക്കെന്താ പ്രശ്നം? അതുകൊണ്ട് ദാവീദിന്റെ പ്രാർത്ഥന തന്നെ കഴുകനെ പോലെ വേട്ടയാടുന്ന ഇരപിടിയന്മാരായ കഴുകന്മാരെ പോലെയുള്ള ശത്രുക്കൾ തൻ്റെ മുൻപാകെ വട്ടമിട്ട് പറക്കുമ്പോൾ, പതിയിരിക്കുമ്പോൾ ദാവീദ് പറയുന്നു, എൻ്റെ വഴിയൊന്നും വേണ്ട, നിന്റെ വഴി മതി. കാരണം ഇസ്രായേലിന്റെ രാജസ്ഥാനത്ത് എത്തേണ്ടത് എൻ്റെ ആഗ്രഹമോ എൻ്റെ സ്വപ്നമോ അല്ല. നിനക്കിഷ്ടമുണ്ടെങ്കിൽ നീ വഴി നിരപ്പാക്കിയാൽ മതി. നീ നിരപ്പാക്കുന്ന വഴിയിലൂടെ മാത്രം എനിക്ക് യാത്ര ചെയ്താൽ മതി. ഇത് പറയാൻ നമുക്ക് സാധിക്കും. ഓരോ പ്രഭാതത്തിലും നമ്മൾ പ്രാർത്ഥിക്കേണ്ടതാ, കർത്താവേ, എൻ്റെ വഴി മുടക്കുന്നവരുണ്ടായിരിക്കാം, ആരും വഴി മുടക്കിക്കോട്ടെ, നമുക്കൊരൊറ്റ പ്രാർത്ഥനയുള്ളൂ,
നിന്റെ വഴിയാണ് അവർ മുടക്കുന്നതെങ്കിൽ നീ തന്നെ ആ വഴി നിരപ്പാക്കും. എന്നാൽ അത് എൻ്റെ വഴിയാണെങ്കിൽ വഴിമുടക്കികൾക്ക് അത് വഴിമുടക്കാൻ എളുപ്പമാണ്. എപ്പോഴാണ് നമ്മുടെ ജീവിതത്തിലെ വഴിമുടക്കികൾ നമ്മുടെ സ്വപ്നങ്ങളെ തല്ലിക്കെടുത്തുന്നത് എന്ന് ചോദിച്ചാൽ, നമ്മുടെ വഴികൾ നമ്മുടെ മാത്രം വഴികളായിരിക്കുമ്പോഴാണ്. എന്നാൽ എപ്പോഴാണോ നമ്മുടെ വഴികൾ ദൈവത്തിൻ്റെ വഴികളാവുന്നത്, ആ വഴിയിൽ തടസ്സം നിൽക്കാൻ ഇനിയും പോന്ന ഒരുത്തൻ ജനിക്കേണ്ടിയിരിക്കുന്നു. ആരാണ് ദാവീദിന്റെ ശത്രു? ആ രാജ്യത്തെ ഏറ്റവും ശക്തനായ ആളാണ്. ഒരുപക്ഷെ മനുഷ്യരുടെ പ്രാണനെടുക്കാൻ അധികാരമുള്ളവൻ, ഒരാളുടെ ഭാവിയെക്കുറിച്ച് അവസാന വാക്ക് പറയുന്ന ഒരാൾ, ഒരുത്തനെ ഇല്ലായ്മ ചെയ്യാൻ പോലും കെൽപ്പുള്ളയാളാണ് രാജാവ്. പക്ഷേ ദാവീദിന് പതർച്ചയില്ല. കാരണം ദാവീദിന്റെ സ്വപ്നങ്ങൾ ദൈവത്തിന്റെ സ്വപ്നങ്ങളാണ്. എന്താണ് പ്രാർത്ഥിക്കുന്നത്? എനിക്ക് വഴി നിരപ്പാക്കണം. മേക്ക് മൈ വേ സ്ട്രെയിറ്റ്. ഒരുപക്ഷെ ഇവിടെ ഇരിക്കുന്ന ആ ചെറുപ്പക്കാരിൽ ജോലി സ്ഥലങ്ങളിലൊക്കെ പ്രതിസന്ധികൾ നേരിടുന്നവരുണ്ടാവാം. നിങ്ങളുടെ പ്രമോഷൻ തടയുന്നവരുണ്ടായിരിക്കാം. നിങ്ങൾക്ക് കിട്ടാവുന്ന ജോലി മുടക്കുന്നവരുണ്ടായിരിക്കാം. വിവാഹം മുടക്കുന്നവരുണ്ടായിരിക്കാം. നിങ്ങൾക്ക് ന്യായമായി ലഭിക്കേണ്ടതൊക്കെ തടസ്സപ്പെടുത്തുന്നവരുണ്ടായിരിക്കാം. എന്നാൽ നിങ്ങൾ സ്വന്തമായി വഴിവെട്ടാൻ മെനക്കെടരുത്. കാരണം ദൈവത്തിൻ്റെ വഴിയാണെങ്കിൽ ദൈവം നിങ്ങളെ എത്തിക്കുക തന്നെ ചെയ്യും. ഇനിയും അവിടെ എത്തണ്ട എന്നാണ് ദൈവത്തിൻ്റെ ഹിതമെങ്കിൽ അങ്ങനെ ആവട്ടെ. അതുകൊണ്ട് പ്രഭാതത്തിൽ ദാവീദ് പ്രാർത്ഥിക്കുന്നത് 2 കാര്യങ്ങളാണ്. ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കാം. നിന്റെ നീതി, നിന്റെ വഴി. നമ്മൾ എന്താണ് ഇന്ന് ഒരുമിച്ച് ധ്യാനിക്കാനായി ശ്രമിച്ചത്? 8:30 ആകുന്നല്ലോ സമയം. ദാവീദ് പറയുന്നു, എൻ്റെ ചുറ്റിലും, എൻ്റെ പ്രസംഗം നിർത്താനുള്ള കുറിപ്പാണോ? അല്ല, ഞാൻ നിർത്തി. ദാവീദ് പറയാണ്, എൻ്റെ ചുറ്റിലും ശത്രുക്കൾ ഇങ്ങനെ പതിയിരിക്കും. അപ്പോ ശത്രുക്കൾ ആരാണ്? ഒരു മിനിമം ഒരു 50 ശത്രുവെങ്കിലും ഇല്ലെങ്കിൽ പിന്നെ എന്തോന്ന് ജീവിതം? നമുക്കെല്ലാം ശത്രുക്കളുണ്ട്, ആവശ്യത്തിൽ കൂടുതൽ ശത്രുക്കളുണ്ട്. പക്ഷെ ചോദ്യം, ഈ ശത്രുക്കൾ നമ്മൾ ഉണ്ടാക്കിയതാണോ? എങ്ങനെ നമ്മുടെ കയ്യിലിരിപ്പ് കൊണ്ടുണ്ടായതാണോ? അതോ ദൈവത്തെ അനുസരിച്ചത് കൊണ്ട് നമുക്ക് ലഭിച്ച ശത്രുക്കളാണോ? ദൈവഹിതം അനുസരിക്കുന്നത് കൊണ്ടും മനുഷ്യരെക്കാൾ ദൈവത്തെ ഭയപ്പെടുന്നത് കൊണ്ടും നമുക്ക് ശത്രുക്കൾ ഉണ്ടാകുമ്പോൾ ഒരു കാര്യത്തിൽ നമുക്ക് സന്തോഷിക്കാം. ശത്രുക്കൾ ഉണ്ടായതിലല്ല, എൻ്റെ പ്രതിയോഗികൾ ദൈവത്തിൻ്റെ പ്രതിയോഗികളാണ്. കാരണം ഈ പ്രതിയോഗികൾ എൻ്റെ കയ്യിലിരിപ്പ് കൊണ്ടുണ്ടായ പ്രതിയോഗികളല്ല, ദൈവത്തെ അനുസരിച്ചത് കൊണ്ടും ദൈവത്തെ ഭയപ്പെട്ടത് കൊണ്ടും ദൈവഹിതം അനുസരിച്ചത് കൊണ്ടും ഉണ്ടായ ശത്രുക്കളാണ്. അതുകൊണ്ട് ദാവീദ് പറയുന്നു, എൻ്റെ ശത്രുക്കൾ എത്ര പെരുകിയിരിക്കുന്നു. ദാവീദ് പ്രഭാതത്തിൽ പ്രാർത്ഥിക്കുന്നത് 2 കാര്യങ്ങളാണ്. ഒന്ന്, നിന്റെ നീതി വെളിപ്പെടണം. നമുക്കിഷ്ടമില്ലാത്തവരും നമ്മളെ ഉപദ്രവിക്കുന്നവരും പാരവെക്കുന്നവരും കാലുവാരുന്നവരും ഒക്കെ കാണും. അതൊക്കെ അതിൻ്റെ വഴിക്ക് നടക്കട്ടെ. നമ്മുടെ പ്രാർത്ഥന അവരുടെ മേൽ തീക്കനൽ കുന്നിക്കണമെന്നല്ല, അവരെ നശിപ്പിക്കണമെന്നല്ല. നിന്റെ നീതി മതി. ദൈവത്തിൻ്റെ നീതി ദൈവത്തിൻ്റെ സ്വഭാവത്തിന് ചേർന്നതാണ്. അതുകൊണ്ട് എന്തായിരിക്കണം? ശത്രുക്കൾ പെരുകുമ്പോൾ, പ്രതിയോഗികൾ വർദ്ധിക്കുമ്പോൾ നമ്മുടെ പ്രാർത്ഥന ഒന്ന് മാത്രമാണ്, അവരുടെ നാശമല്ല, മറിച്ച് ദൈവത്തിൻ്റെ നീതി. രണ്ടാമത്തെ ദാവീദിന്റെ പ്രാർത്ഥന, എൻ്റെ മുൻപിൽ നിന്റെ വഴിയെ നിരപ്പാക്കണം. ദാവീദിന് സ്വന്തം വഴികളൊന്നുമില്ല. ഇസ്രയേലിന്റെ രാജസ്ഥാനത്ത് ദാവീദ് എത്തണമെന്നുള്ളത് ദൈവത്തിൻ്റെ വഴിയാണ്. നിങ്ങളുടെ സ്വപ്നങ്ങളിലേക്ക് നിങ്ങൾ നടക്കുമ്പോൾ, ജോലിയാവട്ടെ, പ്രമോഷൻ ആവട്ടെ, ബിസിനസ് ആവട്ടെ, എന്തുമാവട്ടെ, ആ സ്വപ്നം അത് ദൈവത്തിൻ്റെ സ്വപ്നമാണെങ്കിൽ നിങ്ങൾ നിങ്ങളുടേതായ വഴി വെട്ടാൻ മെനക്കെടേണ്ട. ദൈവഹിതമാണെങ്കിൽ ദൈവം വഴിവെട്ടുക തന്നെ ചെയ്യും. അതുകൊണ്ട് ദൈവഹിതമാണെങ്കിൽ ദൈവം തന്നെ വഴിവെട്ടും. നമ്മളാരും വഴിവെട്ടാൻ നിൽക്കണ്ട. എപ്പോഴാണ് നമ്മൾ കുറുക്കു വഴികളും എളുപ്പ വഴികളും സ്വീകരിക്കുന്നത്? നമ്മുടെ സ്വപ്നങ്ങൾ നമ്മുടെ മാത്രം സ്വപ്നങ്ങളാകുമ്പോഴാണ്. എന്നാൽ ദൈവത്തിൻ്റെ സ്വപ്നങ്ങളാകുമ്പോൾ അത് നടപ്പിലാക്കാനും അത് പൂർത്തിയാക്കാനും അത് നിവൃത്തി വരുത്തുവാനും ഉള്ള ഉത്തരവാദിത്വം ദൈവമാണ്. അതുകൊണ്ട് ദൈവത്തിൻ്റെ വഴി ആഗ്രഹിക്കുക. 2 വിഷയങ്ങളാണ്. ഒന്ന്, നിന്റെ നീതി. 2, ദൈവത്തിൻ്റെ വഴി.